സാധാരണ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇപ്പൊ പുറത്തൊക്കെ ഉള്ള സിംഗേഴ്സ് തന്നെ ഇപ്പൊ അവരുടെ മതവിശ്വാസമൊക്കെ എന്തായിക്കോട്ടെ, അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവര് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിക്കുന്ന ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട്, പക്ഷെ ഇത്ത ചെയ്യുമ്പോ ഇത്തയുടെ ഇപ്പൊ തല മൊത്തം മൂടി പർദ്ദ ഇട്ട് അങ്ങനെയൊക്കെയാണ്. അതായത് ആ മതവിശ്വാസം അതുപോലെ നിലനിർത്തിയിട്ട് അത് ചെയ്യുന്നത്. എന്താ അത് അത്രയും നിഷ്ഠയോട് കൂടിയിട്ട് കൊണ്ടുവരാനും അത് കൊണ്ടു നടക്കാനുള്ള കാരണം എന്താണത്? അതായത് ഞാനൊരു മുസ്ലിം അല്ലേ, ഞാനൊരു ഇസ്ലാമല്ലേ, എനിക്ക് എന്റെ കുഞ്ഞുനാളിലെ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന പാഠങ്ങളില്ലേ, എന്നെ പഠിപ്പിച്ച ഉസ്താദന്മാർ പഠിപ്പിച്ചേ. ഞാനൊരു പാട്ടുകാരിയായി എന്നുള്ളത് എന്റെ തെറ്റല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എന്റെ മക്കൾ 4 പെൺകുട്ടികളാ. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മള് 4 മക്കളെ വളർത്തിന് എന്റെ ഉമ്മിപ്പിയും. ഞങ്ങൾ കാലങ്ങളോ വർഷങ്ങളോ നമ്മള് വാടക വീട്ടിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സ്വന്തമായിട്ട് ഒരു വീട് പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഇതിലാണ് ഞങ്ങളിപ്പം ഉമ്മിപ്പില്ല, ഞങ്ങള് മക്കള് നന്നായപ്പോ ഉമ്മിപ്പില്ല. പക്ഷെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് പിന്നെ ഇതായിട്ട് വന്ന് ആ ഒരു എന്താ പറയുക തലയിത്തട്ടം, നമ്മുടെ ഇസ്ലാമിന്റെ മുദ്രയാണ് തലയിത്തട്ടം. പിന്നെ ഇപ്പോഴത്തെ അത് കുട്ടികളല്ലേ, അവര് ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടത്തിൽ അവര് ജീവിക്കട്ടെ. അങ്ങനെ ഉപദേശിക്കാൻ പോകാറൊന്നുമില്ല. എന്തിനേ നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് എന്റേതായ ഒരു പ്രായപൂർത്തി എത്തിക്കാൻ എനിക്കറിയാം ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ലാന്ന്. അതാരും നമ്മൾ അപ്പുറം ഉപദേശിച്ചിട്ട് ചെയ്യേണ്ടതല്ല. നമുക്കറിയാം എന്താണെന്നുള്ളത്. പിന്നെ നമ്മളെന്തിനു ഉപദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഫസീൽ താത്ത ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വന്ന ഒരാളാ. എന്റെ ഫസീൽ താത്ത മരിക്കോളം വളരെ അടക്കത്തിലും ഒതുക്കത്തിലും നിന്ന് ഫുൾ കൈയും തലയിലും ഇജാബ് ഇട്ടിട്ട് പാടെ എന്റെ ഫസീൽ താത്തക്ക് മരിക്കുന്നവരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഇസ്ലാമിയത്ത് നിലനിർത്തിക്കൊണ്ട് എന്റെ ഫസീൽ താത്ത മരിച്ചത്. ഒരു തലയിൽ തട്ടിന്ന് ഇട്ടെന്ന് വിചാരിച്ചിട്ടും ഫുൾ കൈ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവരുടെ പരിപാടിക്ക് വിളിക്കാതിരുന്ന എല്ലാ മതവിഭാഗക്കാരും എന്റെ ഫസീൽ താത്ത ഒരാളും വേദനിപ്പിച്ചിട്ടില്ല, ഒരു മതക്കാരും വേദനിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും എന്നും സ്വന്തം കുടുംബത്തിനോടും ബ്രദറോടൊക്കെ സഹോദരനോടൊക്കെ എന്ത് സ്നേഹമായിരുന്നു. ഞങ്ങൾ ഒന്നായിട്ട് പോകുകയും വരെയൊക്കെ ചെയ്യുമല്ലോ. എന്റെ ഫസീൽ താത്ത എന്നു ഞാൻ അനിയത്തിയ. കാരണം വെച്ചാ എന്നും ഒന്നിട്ടൊന്നരാടം വിളിച്ചിട്ട് വേദനകൾ പറയുന്നത് എന്നോടായിരുന്നു. നന്മയാലും തിരുമ്പ എന്തെങ്കിലും ഒരു വേദന വന്ന് അപ്പന്നെ ഏത് പാതിരാക്കും വിളിക്കും, എടി സീനത്തെ ഇങ്ങനെയാണെന്ന് പറയും. ഞാൻ പറയും ബേജാറാണ്. അപ്പൊ എന്നോട് ചോദിക്കും, എടി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറയും ഇങ്ങനെ പിന്നെ ഒന്നും എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇന്ന് ആയത്തോതിട്ട് ഊതി വെക്കും, ചിലപ്പോ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അതുപോലെ തന്നെ എന്നെ ഏറ്റവും ഇഷ്ടം തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര ഒരു ഇതാണ് സിൽത്താത്തക്ക്. നമ്മളെ ഓരോരാളുടെ മതവിശ്വാസങ്ങളും മുറുക്ക പിടിച്ച് ഹിന്ദു കുട്ടികള് അവര് നല്ല രസത്തില് അമ്പലത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി പൊട്ടു തൊട്ട് തലയിൽ നല്ല തുളസി കതറൊക്കെ ഇട്ടിട്ട് എന്ത് രസമാണ് അവരെ കാണാൻ. ഓരോ മതവിഭാഗക്കാർക്കും അവരുടേതായ ഓരോ ഇതുണ്ട്, ആചാരങ്ങളുണ്ട്. അതൊന്നും ഒരു പാട്ടിന് വേണ്ടി പണയം വെക്കാനുള്ളതല്ല. നമ്മള് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞാൻ പാട്ടോടും. ഇനിയിപ്പോ ആര് പാടണ്ട പറഞ്ഞാലും കളിക്കണ്ട പറഞ്ഞാലും കളിക്കും. കാരണം അത് ഡാൻസ് അല്ല, അത് പാട്ടിനോടുള്ള ഒരു ആവേശാണ്. ഞാൻ പാടി കളിക്കുമ്പോ എന്റെ കൂടെയുള്ള ചേർന്ന് അവര് നമ്മള് പാട്ടിന്റെ അവിടെ പോയിട്ടിരിക്കണം എന്തിനാ? എന്നാ പിന്നെ അതിനാ ഉദ്ദിക്കത്തെ പോയിക്കൂടെ? പാട്ടിന് വരണ പാട്ടിനോടത് അടിച്ചു കളിക്കാനാണ്. അതുപോലെ പ്രവാസികള് ഗൾഫിലെത്തിക്കഴിഞ്ഞാ എന്തോ ഒരു സ്നേഹാണ്. ഇന്ന് പിന്നെ ഫുള്ള് പാട്ടാറായില്ലേ. അന്നലെ പോയിക്കനെ എത്ര സാധനങ്ങളൊക്കെ കിട്ടും. അവസാനമായിട്ടൊരു പാട്ട് പാടിയിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി ഇതാണ് അവസാനം. സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ. സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ. ഹൽബിലുണരും അറവനമുട്ടും ചന്ദന നിഴലിൽ ചന്ദ്രികയോ. പാതി വഴിയിൽ പുതുമണവാളൻ നിന്നെയുമോർത്ത് കഴിയുകയോ. സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ. സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ. അതുപോലെ തന്നെ എനിക്ക് ഈ സമയത്ത് ഓർമ്മിക്കാനുള്ളത്, ഞാൻ പാട്ടാരൊക്കെ പറഞ്ഞു, എന്നെ വളർത്തി വലുതാക്കിയ വിയൻകുട്ടി മാഷ്, അസീസ് തായ്നേരി, മൂസക്ക, പീർക്ക, പിന്നെ അതുപോലെ ഫസീൽ താത്ത, ഇവരെല്ലാം ആണെങ്കിൽ ഞാൻ പറഞ്ഞാൻ വിട്ടുപോയത് എന്റെ പിന്നെ 2 ഭർത്താക്കന്മാരെ കുറിച്ചിട്ട്. ഒന്ന് എന്റെ ആദ്യത്തെ അബ്ദുൽ റഷീദ് എഞ്ചിനീയർ ഖത്തറിൽ, അത് എന്നെ വിയൻകുട്ടി മാഷ കല്യാണം കഴിപ്പിച്ചത്.
എന്റെ രണ്ടാമത്തെ ഭർത്താവ്, അദ്ദേഹം മരണപ്പെട്ട രണ്ടാമത്തെ ഭർത്താവ് അബ്ദുൽ കരീം ചങ്ങരംകുളം, അവരെ കല്യാണം കഴിപ്പിച്ചത് മുസക്ക, പിന്നെ അതില് നമ്മളെ ബാപ്പുള്ളിപ്പറമ്പ്, ഫസീൽ താത്ത, റംല ബീഗം, ഇവരെല്ലാരും അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. എനിക്കൊരു ജീവിതം വേണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്നെ അത്രക്ക് ഇഷ്ടമുള്ളവരായിരുന്നു അവരൊക്കെ. രണ്ട് ഭർത്താക്കന്മാറാ. കാരണം എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുറവും എനിക്ക് വരുത്താതെ എന്നെ ഏറ്റവും നല്ല സ്നേഹത്തോടെ, എന്റെ ഭാഗ്യമില്ലേമോ, എന്റെ ഭാഗ്യക്കുറവ് എന്റെ ആ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയത്. ലോകത്ത് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീകൾക്കും ഇത്ര നല്ല എല്ലാം കൊണ്ടും എത്ത ഒരു ഭർത്താക്കന്മാർ കിട്ടുമെന്ന്. കാരണം അവർ രണ്ടാളെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരാൾ ഖത്തറിൽ മരണപ്പെട്ട അവിടെ ഞാൻ പോകാറുണ്ട് ഖബർ സിയാറത്തിന്, ഒരാളിടെ ചങ്ങരംകുളം. പക്ഷെ എന്റെ ഈ ചങ്ങരംകുളത്ത് രണ്ടാളായാലും ഈ ഭർത്താവ് ഏറ്റവും കൂടുതൽ എന്നോട് പറയായിരുന്നു, നീ വലിയൊരാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, നീ ഇതുപോലെ ഒന്നല്ല, ഇനിയും ലോകം മുഴുവനും നീ പാറി പറന്ന് നടക്കണം. പക്ഷെ ഇപ്പം വരില്ല. അതൊരു സങ്കടമാണ്. അവര് കാണുന്നുണ്ടാവും ഈ വളർച്ച. മാതാപിതാക്കളുടെയും ഭർത്താക്കന്മാരുടെയും നഷ്ടം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മ കുറെ ചിരിക്കണേ കളിക്കണേ ഒറ്റപ്പെടലാണ്. അവരെല്ലാം കാണുന്നുണ്ടാവും. സന്തോഷിക്കട്ടെ അവിടെ ഇരുന്ന്. ഭർത്താവില്ലാത്ത സ്ത്രീകള് ഞാൻ എന്നും പ്രാർത്ഥിക്കും, കുറച്ചോനെ നീ ഒരാൾക്കും വിധവകളെ പേര് കൊടുക്കരുത് റബ്ബേ, അവരെ അനുഭവിക്കുന്ന വേദന. പിന്നെ എല്ലാരോടുള്ള എന്റെ സ്നേഹം, പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ നല്ലൊരു തുക ഞാൻ ദാനധർമ്മത്തിൽ വിടുന്നത്. നമ്മൾ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, അത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ആൾക്കും എനിക്കും പിന്നെ എന്റെ സഹപ്രവർത്തകർക്കും അറിയാം. ഷാഫിക്കായാലും സലീമിനായ കൊല്ലം ഷാഫിക്കായാലും സലീമിനായാലും ഏത് കൊടത്തൂര്, അതുപോലെ തന്നെ എന്റെ ഫസിൽ താത്ത, രഹന, അവർക്കെല്ലാവരും എന്റെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ടാണ് രഹന. കാരണം ഒരു എന്താ പറയാ, മാപ്പിളപ്പാട്ടിന് അത്രയ്ക്കും തനിതായ നല്ല ശൈലി ഉണ്ടാക്കി കൊടുത്ത ഒരാള് രഹന. മാപ്പു വെള്ളിപ്പറമ്പ് ഇന്നും ഞാൻ വലിയൊരു പാട്ടുകാരിയാവണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചുറ്റുപാട്ട് ഈ 4 ചുമരിന്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് 2 പേരുണ്ട്. പിന്നെ മമ്മി സെഞ്ചുറി, ഇബ്രാഹിം പെരുമ്പാവൂര്, ഇവരാണ് എന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്നും ഡാൻസ് കളിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലും നമുക്ക് അനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. അതൊന്നും നമ്മൾ ഈ ട്രോൾ ചെയ്യുന്നവർക്കോ അല്ല നമ്മളെ പറ്റി കുറ്റം പറയുന്നവർക്കോ അറിയില്ല. അവർ പറയുന്ന ആൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പറയുമ്പോൾ എൻ്റെ ഒരുപാട് പാവങ്ങൾ അള്ളാഹു പുറത്തുതരും. എനിക്ക് അത്രയേ ഉള്ളൂ.